ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 1236 ബ്രാഞ്ചിലെ ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും വിവിധ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും സംയുക്ത വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ബ്രാഞ്ച് 1236 കട്ടപ്പന ശാഖായോഗത്തിന്റെ കീഴിൽ 20 ഏക്കർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും സംയുക്ത വാർഷിക പൊതുയോഗമാണ് സംഘടിപ്പിച്ചത്. യോഗത്തോടനുബന്ധിച്ച് ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിന് യോജിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകും. ഗുരുവിന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും ശാഖായോഗങ്ങളും കുടുംബയോഗങ്ങളും വളരുന്നതിനനുസരിച്ച് തന്നെ സമൂഹത്തിലും ശക്തമായി പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷമാണ്. ജാതിമത ചിന്താഗതികൾക്ക് അതീതമായി സമൂഹത്തിൽ സാഹോദര്യ സ്നേഹം വളരണം എന്ന ഗുരുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതല്ലെങ്കിൽ ആ വലിയ സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ശ്രീനാരായണീയായ നമ്മൾ ഓരോരുത്തരുടെയും കടമ. ഒരുപക്ഷെ ഗുരുവിന്റെ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ഈ സമൂഹത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളം ജാതിമത ചിന്താഗതികൾക്ക് അതീതമാകാതെ ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് തന്നെ പലരും അവരുടെ മതത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രവണത ഉണ്ടായത്. പക്ഷെ ഇതിപ്പോ നമുക്ക് ഈ ഇടുക്കിയിലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലയിലൊക്കെ അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തിന്റെ പാതയിലാണ്. പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ട ഒരവസ്ഥയാണ് മിക്കവാറും അതിനുശേഷം. ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ആരാധന നടത്തിയാലും എല്ലാ മനുഷ്യരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന ആ കാഴ്ചപ്പാടിന് വിധേയപ്പെട്ടാണ് നമുക്ക് ജീവിക്കുന്നത്. പൊതുയോഗത്തോടനുബന്ധിച്ച് കുടുംബയോഗം അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി. SNDP യോഗം മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട്, ശാഖായോഗം സെക്രട്ടറി PD ബിനു, കുടുംബയോഗം ചെയർമാൻ തങ്കച്ചൻ പുളിക്കത്തടത്തിൽ, PM സജീന്ദ്രൻ, AM സാബു അറയ്ക്കൽ, CK വത്സ, ഷീബ വിജയൻ, ഷജി തങ്കച്ചൻ, ബിനു ബിജു, സുജാ മുരളീധരൻ, ചന്ദ്രൻ കരിമ്പന തൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.